അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ പ്രകോപനപരമായി പാഞ്ഞെടുത്ത ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കൻ നാവികസേന വെടിവെച്ചിട്ടു. വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഡ്രോൺ തകർത്തത്. അറബിക്കടലിലെ അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന USS എബ്രഹാം ലിങ്കണിന് സമീപമാണ് ഇറാന്റെ ഡ്രോൺ എത്തിയത്. കപ്പലിന് വളരെ അടുത്തേക്ക് ഡ്രോൺ എത്തിയതോടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി നാവികസേന വെടിവെക്കുകയായിരുന്നു. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഇറാൻ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് അമേരിക്ക നേരത്തെയും ആരോപിച്ചിരുന്നു. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾക്ക് പിന്നാലെ അറബിക്കടലിലും ഇറാൻ നിരീക്ഷണവും പ്രകോപനവും ശക്തമാക്കുകയാണ്. സംഭവത്തിനു പിന്നാലെ അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. അറബിക്കടലിൽ ഇറാൻ തീരത്തു നിന്ന് ഏകദേശം 500 മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്രപരിധിയിലായിരുന്നു സംഭവം. ഷാഹിദ് 139 വിഭാഗത്തിൽപ്പെട്ട ഡ്രോണാണ് തകർത്തതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെയാണ് ഡ്രോൺ എത്തിയതെന്നും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പിന്മാറാൻ തയ്യാറാകാത്തതിനാലാണ് വെടിവെച്ചിട്ടതെന്നും US വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അറിയിച്ചു. അതേസമയം തങ്ങളുടെ നിരീക്ഷണ ഡ്രോൺ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വെടിവെച്ചിടുന്നതിന് മുൻപ് തന്നെ പടക്കപ്പലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ കൈമാറിയിട്ടുമുണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. ഹോർമൂസ് കടലിടുക്കിൽ US പതാകയുള്ള വ്യാപാര കപ്പലിനെ ഇറാൻ വിപ്ലവ ഗാർഡുകൾ തടയാൻ ശ്രമിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ സംഭവം. മേഖലയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനിടെയുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയുണ്ടായ ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.